ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. എപ്പോഴും ഈ അപ്പവും കറിയും അല്ലെങ്കിൽ ചോറും കറിയും തിന്നിട്ട് പെടുന്നു. ഈ റമദാൻ മാസത്തിലാകുമ്പോൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ് ഇവിടെ ചെമ്മീനുണ്ട്, അപ്പോൾ അതിലോട്ട് നമ്മൾ ചെമ്മീൻ മസാല അല്ലെങ്കിൽ ചെമ്മീൻ കടുമ്പ ഉണ്ടാക്കിയാൽ എന്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ മസാല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയതാ ഓണിയന്, അതായത് 3 ഓണിയന്, അതുപോലെ തന്നെ 2 ടൊമാറ്റോ, കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു കടായി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കടായി അടുപ്പത്ത് വെച്ച് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഈ ഒരു ഓയിലൊന്ന് ചൂടായി വരണം. സോ ഇങ്ങനെ ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ കട്ടാക്കി വെച്ച നമ്മുടെ ഓണിയൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഓണിയൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതാ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഒരു ഓണിയന് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം. സോ ഒരു അത്യാവശ്യം ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഗ്രീൻ ചില്ലി കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിതാ നന്നായിട്ട് തന്നെ ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതാ നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയും ഈ ഒരു ഓണിയൻ്റെ എല്ലാം മസാലയുടെ ഈ ഒരു പച്ചമണം ഒന്ന് പോയി കിട്ടണം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നമ്മുടെ നൂഡിൽസ് മസാലയും അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ മസാല ഉണ്ട്, ആ ഒരു ചെമ്മീൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 2-3 സ്പൂണോളം നമ്മൾ ചില്ലി പൗഡറും കൂടി, കാശ്മീരിയാണ് കേട്ടോ, ഈസ്റ്റേണിൻ്റെ കാശ്മീർ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് നമ്മൾ ജീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മൾ ഈ ഒരു ജീരകത്തിൻ്റെ പൊടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഈ ഒരു മസാലയുടെ ആ ഒരു പച്ചമണം പോകണം, അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചെമ്മീൻ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ഈ ഒരു ചെമ്മീൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യണം. ആ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ആ ചെമ്മീനിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ മല്ലിച്ചപ്പും നമ്മുടെ മല്ലിയിലയും കൂടി ശേഷം ഒരു 20 to 50 മിനിറ്റ്സ് വരേക്കും ഒന്ന് വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാൾട്ട് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു, പിന്നെ അതിലോട്ട് സാൾട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു ചെമ്മീൻ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ടൊമാറ്റോയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. സോ ഇതാ നമ്മൾ നമ്മുടെ ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വന്നതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മളിതൊന്ന് ഓൺ ചെയ്ത് നമ്മുടെ ഈ ഒരു അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത ശേഷം നമ്മൾ അടപ്പൊന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ തേങ്ങ ചിരടിയത് കൂടി അതിലോട്ട് നമ്മുടെ ഇടി ചീരാൻ വലിയ ജീരകം എന്ന് തോന്നുന്ന നേരറിയാലോ നമുക്ക് അതും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയിലെ അതും കൂടി കട്ടാക്കി കൊടുത്തതിന് ശേഷം മല്ലിയില ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഈ ഒരു തേങ്ങ ഒന്ന് നന്നായിട്ടുണ്ടെന്ന് കാച്ചിട്ട് വരണം, അതിലേക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതൊന്ന് കാച്ചി വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു മസാലയില്ലേ, ഈ ഒരു മസാല ഇട്ട് നമ്മൾ ഈ ഒരു തേങ്ങയുടെ ഈ ഒരു മിക്സും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നല്ല ഒരു വറവ് ചെമ്മീൻ പോലെ അതിനായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇത് നമുക്ക് നോർമലി നമുക്ക് അങ്ങനെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ടുള്ള നമ്മുടെ പിണ്ടിയുടെ ഇതാക്കണം. ഇതിലോട്ട് നമ്മൾ പിണ്ടിയുടെ അരിയും അതുപോലെ തന്നെ ചീരാനും തേങ്ങയും ചെറിയ ഉള്ളിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്നും അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പുതുക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു മസാലയും ഈ ഒരു പിണ്ടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഈ ഒരു മസാല നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മളെന്താ ചെയ്യുക, നമ്മൾ ആ ഒരു ഓപ്പൺ പിണ്ടി ഉണ്ടാവില്ല, ഓപ്പൺ കടമ്പ്, ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളത്. സോ ഇതുപോലെ നല്ലൊരു ബോൾ ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. സോ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള. എന്നിട്ട് നമ്മുടെ ഈ ഒരു മസാലയുടെ ഫില്ലിങ് നമ്മൾ ഈ ഒരു ഉള്ളിലോട്ട് ശേഷം ഈ ഒരു പിട്ട് വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, സോ വീണ്ടും നമ്മുടെ മസാല ഇട്ടുകൊടുത്തതിന് ശേഷം അവിടുന്ന് തന്നെ നമ്മളിതൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ മസാലയുടെ ഫില്ലിങ്ങും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുകയാണ്. ഈ സംഭവം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു നമ്മൾ ചെയ്ത് വെച്ച ഈ ഒരു മസാല, അതായത് നമ്മൾ തേങ്ങ ഇടുന്നതിന് മുമ്പ് ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു അപ്പച്ചട്ടിയിലോട്ട് ഇട്ടതിന് ശേഷം നമ്മളിത് മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മളിത് തുറന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു പ്ലേറ്റിലോട്ട് ഇത് നമ്മളൊന്ന് ഡിസേർവ് ചെയ്യാണ്. സോ നല്ല ചൂടുണ്ടാവും.
അങ്ങനെ ഇതാ നമ്മളിത് മൊത്തത്തിൽ ഇട്ടതിന് ശേഷം ഇതാ നമ്മുടെ നല്ല അടിപൊളി ചെമ്മീൻ മസാല അല്ലെങ്കിൽ മസാലക്കടുമ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ മസാലക്കടുമ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇതാ ഇത് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഭയങ്കര പൊള്ളുന്നുണ്ട് കേട്ടോ. ആ ഒരു ചൂടോടെ അടിപൊളി. അപ്പം ഇത് നമ്മൾ കഴിച്ചു നോക്കാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അത്ര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.